ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മൂന്ന് രാജ്യങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിൽ നമുക്ക് മിസ്രൈമിനെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ആത്മീക അർത്ഥങ്ങൾ വിശദീകരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ നമുക്ക് ബാബിലോണിനെ കാണുവാൻ കഴിയുന്നുണ്ട്. കിങ്ഡം ഓഫ് ഈജിപ്റ്റ്, കിങ്ഡം ഓഫ് ബാബിലോൺ. ബാബിലോണിൻ്റെ ആത്മീക അർത്ഥങ്ങൾ, ആ ഒരു രാജ്യമെന്ന് പറയുമ്പോൾ അതിലൂടെ ഉള്ള ആത്മീക അർത്ഥങ്ങൾ, ഇതിൻ്റെ സ്പിരിച്വൽ മീനിങ്സ് എന്തൊക്കെയാണ്, അതാണ് ഞാൻ ഈ പ്രഭാഷണത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതോടൊന്നിച്ച് തന്നെ കിങ്ഡം ഓഫ് ഗാഡ്. ഇന്ന് ഈ ഭൂമിയിൽ മിസ്രൈമിന് തുല്യമാകുന്ന ഒരു ആത്മീക പ്രതലമുണ്ട്, ബാബിലോണിന് തുല്യമാകുന്ന ഒരാത്മീക പ്രതലമുണ്ട്. അവിടെ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുകയാണ്, നമ്മളെ ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാകുന്നു എങ്കിൽ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണമെന്നാണ്. വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാകുന്നു ദൈവരാജ്യത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിക്കുവാൻ കഴിയുന്നത്. റോമാലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ദ കിങ്ഡം ഓഫ് ഈജിപ്റ്റ്. മിസ്രൈമിനെ കുറിച്ച് പഠിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് മനുഷ്യനിൽ ലഭിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാപം. മിസ്രൈമിൽ ആ ഒരു സ്പിരിച്വൽ പ്രതലത്തിൽ, ആ ആത്മിക പ്രതലത്തിൽ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ ആ വ്യക്തിയിൽ പ്രകടമാകുന്ന കാര്യങ്ങൾ പാപം, കള്ളം, അനുസരണക്കേട്, കുറ്റബോധം, മന്ത്രവാദം, ആഭിചാരം, ലജ്ജ, കുറ്റപ്പെടുത്തലുകൾ, അഡിക്ഷൻസ്, അടിമത്വങ്ങൾ, കുറ്റാരോപണം, ഭയം, പിണക്കം, വിരോധം, പ്രതികാര ചിന്ത, ജഡിക ഇച്ഛകൾ, ലൈംഗിക ഇച്ഛകൾ, ക്ഷമിക്കാൻ കഴിയുന്നില്ല, മുൻകോപം, കഠിനമാകുന്ന മുൻകോപം, മോഷണം, അസൂയ, ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് മിസ്രൈം എന്ന് പറയുന്നത്. ഇതൊക്കെ അടയാളങ്ങളാകുന്നു. ഇത് വെച്ച് നമുക്ക് പരിശോധന നടത്തുവാൻ കഴിയും. ഇതൊക്കെ ജീവിതത്തിൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പാപം നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പ്രതലത്തിലല്ല, മിസ്രൈമിൻ്റെ പ്രതലത്തിലാകുന്നു, മിസ്രൈമിൻ്റെ ആത്മപ്രതലത്തിലാകുന്നു ആയിരിക്കുന്നത്. മിസ്രൈമിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഡെത്ത് ആൻഡ് ഡാർക്ക്നെസ് ആണ്. പാപം വരുമ്പോൾ, കള്ളം വരുമ്പോൾ, അനുസരണക്കേട് വരുമ്പോൾ, ഭയം വരുമ്പോൾ, കുറ്റബോധം വരുമ്പോൾ, മന്ത്രവാദം വരുമ്പോൾ, ആഭിചാരം വരുമ്പോൾ, ലജ്ജ വരുമ്പോൾ അതിൽ നിന്ന് സംഭവിക്കുന്നത് ഇരുട്ട്, മരണം. ഇതാണ് മിസ്രൈമിൽ മുന്തി നിൽക്കുന്നൊരു കാര്യം. മരണമെന്ന് പറയുമ്പോൾ ശാരീരിക മരണം മാത്രമല്ല മരണമെന്ന് പറയുന്നത്. ഇന്ന് ഈ ഭൂമിയിൽ പലതരത്തിലുള്ള മരണങ്ങളുണ്ട്. സെപ്പറേഷൻ ഫ്രം ഗാഡ്, ദൈവത്തിൽ നിന്നൊരാൾ മാറിപ്പോകുന്നത് ഒരാത്മീക മരണമാണ്. ദൈവമായിട്ട് ബന്ധമില്ലാത്ത നിലയിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ആത്മീകമായി മരിച്ചിരിക്കുകയാണ്. സന്തോഷമില്ല, ജീവിതത്തിൽ സന്തോഷമില്ല എങ്കിൽ സന്തോഷവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മരണമാണത്. സമാധാനമില്ല, സമാധാനവുമായുള്ള ബന്ധത്തിൽ ഒരു മരണം അവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ വിവിധ നിലകളിലുള്ള മരണങ്ങളുണ്ട്. ശാരീരികമാകുന്ന ഫിസിക്കൽ ഡെത്ത് മാത്രമല്ല, വ്യത്യസ്ത നിലകളിലുള്ള മരണങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഈ മരണം മിസ്രൈമിൻ്റെ ഒരു പ്രതലമാണ്. എല്ലാത്തരം മരണങ്ങളും മിസ്രൈമിൻ്റെ ഒരു പ്രതലമാകുന്നു. അവിടെ ആ വ്യക്തിയെ അതിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ആ മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന പിശാച്
ദുരിതങ്ങളിലൂടെ ആ മനുഷ്യനെ നയിക്കും. ആത്യന്തികമായിട്ട് അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ വ്യക്തിയെ കൊന്നുകളയുക എന്നുള്ളതാണ്. എന്നാൽ അവിടെ എത്തിക്കുവാൻ വേണ്ടി ഈ മനുഷ്യനെ ദുരിതങ്ങളിലൂടെ പിശാച് കൊണ്ടുപോകും. അവൻ്റെ മനസ്സിനെ തന്നെ, മനസ്സിൻ്റെ നിലവാരത്തെ വല്ലാതെ മോശമാക്കും. റോമാലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ഇപ്പോൾ ഈ ലോകത്തിൽ ലൈംഗിക പാപങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ പരസ്യമായിട്ട് സംസാരിക്കാൻ പോലും ഒക്കുകയില്ല. പരസ്യമായിട്ട് ചില രാജ്യങ്ങളിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് നടപടികളായി, നിയമപരമാകുന്ന നടപടികൾക്ക് വിധേയമാകണം. ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നു. ആ സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിയത്തില്ല. ദൈവത്തിന് വിരോധമായി ആർക്കും എന്തും സംസാരിക്കുവാൻ കഴിയും. എന്നാൽ പാപത്തിനു വിരോധമായി സംസാരിക്കുമ്പോൾ, ചില പാപങ്ങൾ പ്രത്യേകമായി ഇതിൻ്റെ പേരെടുത്ത് പറയുമ്പോൾ പല ബുദ്ധിമുട്ടുകളായി, പല തടസ്സങ്ങളായി. ഈ ഭാഗങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഈ ഭാഗങ്ങൾ അക്ഷയന 23 ചേർത്ത് ഞാൻ വായിക്കാം. അക്ഷയനായ, റോമാലേഖനം 1:23, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ 26-ാം വാക്യത്തിൽ റോമാലേഖനം 1:26, അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവിടെ പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ഈ മാതിരിയുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ കുരുങ്ങി കിടക്കുന്നവരുണ്ടെങ്കിൽ ഭീകരം, നിങ്ങളുടെ അവസ്ഥ ഭീകരം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടിവരയിട്ട് നിങ്ങൾ അതിൽ നിങ്ങളുടെ കണ്ണുകൾ പതിയണം. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം, ഇതൊരു വിഭ്രമമാണ്, ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. മിസ്രൈമിൻ്റെ ചില അടയാളങ്ങൾ പറയുന്നു. മിസ്രൈമിലാകുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കുറ്റബോധം, ആവർത്തിച്ചുണ്ടാകുന്ന കുറ്റബോധം, ഗിൽറ്റ്, പിരിമുറുക്കം, സ്ട്രെസ്. നിങ്ങൾ മിസ്രൈമിലാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പിരിമുറുക്കത്തിന് വിധേയമായിരിക്കും. സ്ട്രെസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. നിങ്ങൾ മിസ്രൈമിലാകുന്നു എന്നതിന് മറ്റൊരടയാളമാകുന്നു ഡിപ്രഷൻ, നിരാശ, വിട്ടുമാറാത്ത നിരാശ. മിസ്രൈമിൻ്റെ മറ്റൊരു അടയാളമാണ് തീവ്രവാദം. ഇന്ന് ലോകത്തിൽ എവിടെയൊക്കെ തീവ്രവാദം നടക്കുന്നുവോ അതെല്ലാം സ്പിരിച്വലി, ആത്മീകമായിട്ട് മിസ്രൈമിൻ്റെ കീഴിലാകുന്നു. വിവാഹമോചനം മിസ്രൈമിൻ്റെ ഒരു അടയാളമാണ്. ഡിവോഴ്സ് മിസ്രൈമിൻ്റെ ഒരു അടയാളമാകുന്നു. നിങ്ങളുടെ വീട്ടിൽ വിവാഹമോചനം കയറിയിട്ടുണ്ടോ? മിസ്രൈമിൻ്റെ അടയാളമാകുന്നു. ഇന്ന് ലോകം മുഴുവൻ കറപ്ഷനുണ്ട്. ചില രാജ്യങ്ങളിൽ ഭീമാകാരമാകുന്ന കറപ്ഷൻസാണ്. ഈ കറപ്ഷൻസ് ഉള്ള രാജ്യങ്ങൾ മിസ്രൈമിൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. വ്യക്തിപരമായി നിങ്ങൾ കറപ്റ്റഡ് ആകുന്നുവെങ്കിൽ നിങ്ങൾ മിസ്രൈമിലാകുന്നു. യുദ്ധങ്ങൾ മിസ്രൈമിൻ്റെ അടയാളമാകുന്നു. ആത്മഹത്യകൾ മിസ്രൈമിൻ്റെ, സ്പിരിച്വലി നിങ്ങൾ മിസ്രൈമിലായിരിക്കുന്നതിൻ്റെ അടയാളമാകുന്നു. വേശ്യാവൃത്തി, പ്രോസ്റ്റിറ്റ്യൂഷൻ മിസ്രൈമിൻ്റെ അടയാളമാണ്. പാനിക് അറ്റാക്സ് ഉള്ള വ്യക്തികൾ നിങ്ങൾ ഇപ്പോൾ മിസ്രൈമിലായിരിക്കുന്നു. ഭയം, പാനിക് അറ്റാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ
മിസ്രൈമിലായിരിക്കുന്നു. അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കുഞ്ഞാടിൻ്റെ രക്തം ഒഴുക്കിയ രക്തത്തളിപ്പിലൂടെയാണ് അവർ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നത്. കട്ടളക്കാലിൻ്റെ മേലും കുറുമ്പടി മേലും അവർ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയതിനാലാകുന്നു അവർക്ക് വിടുതൽ ലഭിച്ചത്. പുതിയ നിയമഭാഷയിൽ കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. മിസ്രൈമിലായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുകയാണെങ്കിൽ യേശുവിൻ്റെ രക്തം മിസ്രൈമിൻ്റെ കെട്ടുകളെ പൊട്ടിക്കും. നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും. ഇപ്പോൾ തന്നെ അങ്ങനെയുള്ളവർ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, അങ്ങയുടെ രക്തം തളിച്ചെന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വാതുറന്ന് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ കഴിയും. രണ്ടാമതായിട്ട് ബാബിലോൺ, കിങ്ഡം ഓഫ് ബാബിലോൺ. ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കൺഫ്യൂഷൻ എന്നാകുന്നു, കലക്കം എന്നാകുന്നു. അത് ദേവന്മാരുടെ വാതിൽ എന്ന് വേണമെങ്കിൽ, ദേവന്മാരുടെ ഗേറ്റ് ഓഫ് ഗാഡ്സ് എന്ന് വേണമെങ്കിലും പറയുവാൻ കഴിയും. ദേവന്മാരുടെ ഒരു ഗേറ്റ് ആകുന്നു ബാബേൽ എന്ന് പറയുന്നത്. അത് മുഴുവൻ കൺഫ്യൂഷനും എംപ്റ്റിനെസ്സും, ശൂന്യതയും കലക്കവും അങ്ങനെയുള്ള സാധനങ്ങൾ കയറി വരുന്ന ഒരു ഗേറ്റ് ആകുന്നു ബാബേൽ എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായം നമുക്ക് ബാബേലിനെ കുറിച്ച് കാണാൻ കഴിയുന്നതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ മനുഷ്യർ പറയുകയാണ്, വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്നവർ പറഞ്ഞു. എന്താണ് ഇവർ ശ്രമിക്കുന്നത്? ദൈവത്തെ കൂടാതെ മനുഷ്യൻ ദൈവമാകുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും ഒന്നാമത്തെ കള്ളം എന്ന് പറയുന്നത് പിശാച് മനുഷ്യനെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. അവൻ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെ കൂടാതെ ദൈവമാകാൻ കഴിയും. ഈ പഴം തിന്നു കഴിഞ്ഞാൽ നിനക്ക് ദൈവത്തെ കൂടാതെ ദൈവമാകുവാൻ കഴിയും. മെൻ ക്യാൻ ബി ഗാഡ് വിതൗട്ട് ഗാഡ്. അതാണ് ഒന്നാമത്തെ ഈ ഭൂമിയിലെ കള്ളമെന്ന് പറയുന്നത്. ആ കള്ളത്തിൻ്റെ ഒരു പ്രത്യക്ഷമാകുന്ന മാനിഫെസ്റ്റേഷനാണ് ഉൽപ്പത്തി 11-ൽ സംഭവിക്കുന്നത്. അവർ ദൈവത്തെ കൂടാതെ ദൈവമാകുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മനുഷ്യൻ്റെ ശ്രമങ്ങൾ, മനുഷ്യൻ്റെ ശക്തി, മനുഷ്യൻ്റെ കാർണൽ മൈൻഡ്, ജഡീകമാകുന്ന മനസ്സ്, മനുഷ്യൻ തന്നെ ഉയർത്തുന്നു, എലിവേറ്റ് സെൽഫ്. മനുഷ്യൻ ദൈവത്തെ താഴ്ത്തുന്നു. മനുഷ്യൻ ദൈവത്തെ കൂടാതെ ദൈവമാകുവാൻ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കാതെ മനുഷ്യൻ തിന്മയിലൂടെ ജ്ഞാനം സ്വീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. സത്യമില്ലാതെ കള്ളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സെൽഫ് റീസണിങ്, സ്വയം ഓരോ കാര്യങ്ങൾക്കും കാരണങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതോടൊന്നിച്ച് തന്നെ ഈ സൂര്യൻ്റെ കീഴിൽ, ഈ ഭൂമിയിൽ മുഴുവൻ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളിൽ തന്നെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുവാൻ കഴിയും. ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം വേണ്ട, ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കുവാൻ കഴിയും. എൻ്റെ ഭാവിയുടെ സൃഷ്ടിതാവ് ഞാൻ തന്നെ ആകുന്നതാണ് ബാബേൽ എന്ന് പറയുന്നത്. നീ നിൻ്റെ ഭാവിയുടെ സൃഷ്ടിതാവായി തീരുകയാണ് എങ്കിൽ, ദൈവത്തെ കൂടാതെ നിൻ്റെ ഭാവിയുടെ ഡെസ്റ്റിനിയുടെ ക്രിയേറ്ററായി നീ തീരുകയാണ് എങ്കിൽ നീ ബാബേലിലാകുന്നു. എനിക്ക് ദൈവത്തെ ആവശ്യമില്ല എന്നൊരു വ്യക്തി പറയുന്നു. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ദൈവത്തെ കൂടാതെ തന്നെ എനിക്ക് എൻ്റെ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരുവാൻ കഴിയും. അങ്ങനെ നീ പറയുകയാണ് എങ്കിൽ നീ ഇപ്പോൾ ബാബിലോണിയ ആത്മപ്രതലത്തിലായിരിക്കുന്നു. ബാബിലോണിൻ്റെ ആത്മപ്രതലത്തിലാണ് നീ ആയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നോക്കുക. ഇങ്ങനെ മനുഷ്യൻ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കലക്കം നിങ്ങൾ ശ്രദ്ധിക്കുക. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. ബാബേലിൻ്റെ ആത്മപ്രതലത്തിലായിരിക്കുന്നവർ കലക്കത്തിലേക്ക് പോകും, കൺഫ്യൂഷനിലേക്ക് പോകും, കയോസിലേക്ക് പോകും. ആകപ്പാടെ കലങ്ങി മറിഞ്ഞ്
വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. ദൈവത്തെ കൂടാതെ നീ നിൻ്റെ വിവാഹം പണിയാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, നിൻ്റെ മാരേജിനെ പണിയുവാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പോയി. ദൈവത്തെ കൂടാതെ നീ നിൻ്റെ ബിസിനസ് നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ പോയി. കലക്കം, കൺഫ്യൂഷൻ. ദൈവത്തെ കൂടാതെ ഈ ഭൂമിയിൽ നീ ജീവിക്കുകയാണെങ്കിൽ നീ പോയി. നിൻ്റെ ജീവിതം കലക്കം, കൺഫ്യൂഷൻ, ക്യാവോസ്. ദൈവത്തെ കൂടാതെ നീ പണമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വരാൻ പോകുന്നത് കൺഫ്യൂഷനാണ്, വല്ലാത്ത കൺഫ്യൂഷനും ശൂന്യത. ഇതൊന്നും സംതൃപ്തി തരത്തില്ല. നീ നിന്നെ തന്നെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർത്തുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിന്നെ കൊണ്ടെത്തിക്കുന്നത് ലോസ് ആൻഡ് റൂയിനിലായിരിക്കും, വലിയ നഷ്ടത്തിലും നാശത്തിലുമായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. വല്ലാത്ത നിഗളം അകത്തു പ്രവേശിക്കും. ഈ ബാബിലോണിയൻ മെൻറ്റാലിറ്റി മാത്രം മതി അത് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് നഷ്ടത്തിലും നാശത്തിലും കലക്കത്തിലും ശൂന്യതയിലുമായിരിക്കും. അവസാനം ആ മനുഷ്യൻ എന്തു പറയും? എല്ലാം മായ. സഭാപ്രസംഗിയുടെ പുസ്തകം, അവിടെ എഴുത്തുകാരൻ പറയുന്നത് 1-ാമത്തെ അധ്യായം എന്നതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്, അവയൊക്കെയും മായയും വൃഥാ പ്രയത്നവും അത്രേ. പിന്നീട് അങ്ങ് ആവർത്തിക്കുകയാണ് ഈ അധ്യായത്തിലും അടുത്ത അധ്യായത്തിലും എല്ലാം ഈ എഴുത്തുകാരൻ മായ 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 എന്ന് പറയുന്നു. അതാണ് ബാബിലോണിയ ആത്മപ്രതലത്തിൽ ആയിരിക്കുന്നവർ എത്തിച്ചേരുവാൻ പോകുന്നത്. വെയിനിറ്റി, എംപ്റ്റിനെസ്. സൂര്യൻ്റെ കീഴിലുള്ള എല്ലാറ്റിലും അവർക്ക് അസംതൃപ്തി ഉണ്ടാകുന്നു. അങ്ങനെ പോയി ജീവിതം അർത്ഥമില്ലാത്തതും ഉദ്ദേശമില്ലാത്തതുമായി തീരുന്നു. ആരംഭത്തിലൊന്നും ഇതാരും അറിയത്തില്ല, അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. പണത്തിൻ്റെ പിന്നാലെ പോകുന്നു, ദൈവത്തെ കൂടാതെ പ്രവർത്തിക്കുന്നു, എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. സെൽഫ് എക്സോൾട്ടേഷൻ, നിഗളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു. പക്ഷേ ഈ മനുഷ്യൻ എവിടെ എത്തിച്ചേരും? അവസാനം എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഈ മനുഷ്യൻ ജീവിതത്തിന് അർത്ഥമില്ല, ജീവിതത്തിന് ഉദ്ദേശമില്ല എന്ന സ്ഥലത്തെത്തിച്ചേരും. അവിടെയാണ് ആയിരിക്കുന്നത് എങ്കിൽ, ഇപ്പോൾ ബാബിലോണിയ ആത്മപ്രതലത്തിലാണ് ആയിരിക്കുന്നത് എങ്കിൽ, ഇതൊരു ഇൻവിറ്റേഷനാണ്, നിങ്ങൾക്കുള്ള ഒരു ക്ഷണപത്രമാകുന്നു. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഒരിക്കലും ബാബിലോണിയ ആത്മപ്രതലത്തിൽ തുടരരുത്. ജീവിതത്തിന് അർത്ഥമില്ല, ഉദ്ദേശമില്ല എന്ന സ്ഥലത്താണ് എത്തിച്ചേരാൻ പോകുന്നത്. അവിടെ വരെ എത്തുന്നതിന് മുന്നേ ഇപ്പോൾ തന്നെ തിരിച്ചറിയുക. ബാബിലോണിയ പ്രതലത്തിൻ്റെ അടയാളങ്ങൾ ഞാൻ പറഞ്ഞു. ആ അടയാളങ്ങളിലാണ് നിങ്ങളിപ്പോൾ തുടരുന്നത് എങ്കിൽ, എലിവേറ്റ് സെൽഫ്, ദൈവത്തെ താഴ്ത്തുക, ജഡീക മനസ്സ്, മനുഷ്യശക്തി, മനുഷ്യൻ്റെ സ്വയപ്രയത്നം, ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുക, സ്വയം ദൈവമാക്കി പ്രഖ്യാപിക്കുക, ഇങ്ങനെ തുടങ്ങിയുള്ള ഈ ഏതെങ്കിലും അടയാളങ്ങളിലാണ് ജീവിക്കുന്നത് എങ്കിൽ, ഇതാ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി പറയുകയാണ്, അവിടെ തുടരരുത്. ഇപ്പോൾ കാര്യങ്ങൾ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിലും വളരെ വൈകാതെ ഒരു സ്ഥലത്തെത്തിച്ചേരും. ജീവിതത്തിന് അർത്ഥമില്ല, ജീവിതത്തിന് ഉദ്ദേശമില്ല, എനിക്കെല്ലാം നഷ്ടമായി, എനിക്കുള്ളതെല്ലാം നശിച്ചുപോയി എന്നുള്ള എല്ലാം ഉള്ളപ്പോൾ തന്നെ ആ തോന്നലുകൾ നിൻ്റെ മനസ്സിൽ വന്ന് നിറഞ്ഞ് നിൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും. അവിടെ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് സ്വാഗതം ചെയ്യുന്നു. 3-ാമത്തെ രാജ്യം കിങ്ഡം ഓഫ് ഗാഡ് വിശദമായി പറയേണ്ട കാര്യമാകുന്നു. കിങ്ഡം ഓഫ് ഗാഡിനെ കുറിച്ച് നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണ് എങ്കിൽ, കിങ്ഡം ഓഫ് ഗാഡിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റി ആകുന്നു, താഴ്മയാകുന്നു. തന്നെത്താൻ താഴ്ത്തുവാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ പാപിയാകുന്നു എന്ന് സമ്മതിച്ച്, എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശുവേ ഞാൻ അങ്ങയുടെ അരികിൽ വരുന്നു എന്ന് തന്നെത്താൻ താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ.
അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കം എന്ന് പറയുന്നത്. തന്നെത്താൻ താഴ്ത്തുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ മിസ്രൈമിൻ്റെ ആത്മപ്രതലത്തിൽ നിന്ന്, ബാബിലോണിൻ്റെ ആത്മപ്രതലത്തിൽ നിന്ന് നിങ്ങൾക്ക് ദൈവ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഫോക്കസ്ഡ് ആകുകയാണ്. നമ്മളുടെ ശ്രദ്ധ ആരിൽ കേന്ദ്രീകരിക്കുന്നു? കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. അവിടെ ജീവിതം 24 hours ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ആരിലുള്ള ട്രസ്റ്റ്? യേശു ക്രിസ്തുവിലുള്ള ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതം മാറുകയാണ്. ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചു കൊണ്ട് മാത്രം. യേശു ഇല്ലാതെ എനിക്ക് ഭൂമിയിൽ ജീവിക്കാനൊക്കത്തില്ല. യേശു ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശുവിലുള്ള ടോട്ടൽ ട്രസ്റ്റ്. അവിടെ എനിക്കെല്ലാ കാര്യങ്ങൾക്കും, എൻ്റെ കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സകല മാനദണ്ഡങ്ങളും സകല നിർദ്ദേശങ്ങളും എനിക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ. ബൈബിൾ എനിക്ക് എല്ലാമായി തീരുന്നു. നീ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാകുന്നുവെങ്കിൽ ബൈബിൾ കൂടാതെ നിനക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനം വായിക്കാതെ, കേൾക്കാതെ, മനനം ചെയ്യാതെ ജീവിക്കാനൊക്കത്തില്ല. അപ്പോഴേക്കും നീ സത്യസന്ധമായി ജീവിക്കുന്ന വ്യക്തിയായി തീരുകയാണ്. ട്രൂത്ത്. അപ്പോൾ ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാകുന്നു. ദൈവരാജ്യത്തിൽ താഴ്മ, ദൈവരാജ്യത്തിൽ വചനം, ദൈവരാജ്യത്തിൽ സമർപ്പണം, ദൈവരാജ്യത്തിൽ സത്യം, ദൈവരാജ്യത്തിൽ സൂപ്പർ നാച്ചുറൽ പവർ. ഹോളി സ്പിരിറ്റിനെ കൂടാതെ ജീവിക്കാനൊക്കത്തില്ല. ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ബന്ധമായി, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എപ്പോഴും ആവശ്യമാണ്. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ അനുസരണം, അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ദൈവഹിതം തിരിച്ചറിയുന്നു, വിൽ ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിൽ വിശ്വാസം, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ദൈവവചനത്തിലുള്ള അടിയുറച്ച വിശ്വാസം. ദൈവരാജ്യത്തിലാകുന്നുവെങ്കിൽ ത്യാഗമനോഭാവം, സാക്രിഫിഷ്യലായി തീരുകയാണ്. എന്തും ത്യജിക്കാൻ തയ്യാറാകും, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകും, മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫിഷ്യലാകും. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാകുന്നുവെങ്കിൽ ശുശ്രൂഷിക്കുവാനുള്ള സമർപ്പണം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, സെർവിങ്, പ്രസംഗിക്കുന്നതല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക, സെർവിങ് മെൻറ്റാലിറ്റി വരുന്നു. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ അഭിഷേകം, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ബൈബിൾ അടിസ്ഥാനത്തിലുള്ള മൂല്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ഓണർ, മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ തുടങ്ങുന്നു, ആദരിക്കുവാൻ തുടങ്ങുന്നു, എല്ലാവരെയും വലിയവരായി കാണുവാൻ തുടങ്ങുന്നു, തന്നെത്താൻ താഴ്ത്തുവാൻ തുടങ്ങുന്നു. ഓണർ എന്ന് പറയുന്നത് കിങ്ഡത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വമാകുന്നു. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ പേഷ്യൻസ്, സഹിഷ്ണുത, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും സഹിക്കുവാനുള്ള മനസ്സ്. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ സമാധാനം, ആഴത്തിലുള്ള സമാധാനം, എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ സമാധാനം. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ വിശ്വസ്തത, വാക്ക് പറഞ്ഞാൽ മാറത്തില്ല, വിശ്വസ്തത. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരാണ് ഒന്നാം സ്ഥാനത്ത്, പീപ്പിൾ ഫസ്റ്റ്, മറ്റുള്ളവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ആമേൻ ദൈവത്തിൻ്റെ കരുണ, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ക്ഷമ, എല്ലാവരോടും ക്ഷമിക്കുവാൻ തയ്യാറാകുന്നു, മറക്കുവാനും പൊറുക്കുവാനും തയ്യാറാകുന്നു. കാണപ്പെടാത്തതാണ്, ഇൻവിസിബിൾ ആകുന്നു കിങ്ഡം ഓഫ് ഗാഡ്. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം ഇറ്റേണലാകുന്നു. ആ ഇറ്റേണലാകുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു വാക്യം റോമാലേഖനം 14-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് ദൈവരാജ്യ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടട്ടെ. ഇപ്പോൾ തന്നെ ദൈവരാജ്യ മർമ്മങ്ങൾ, ദൈവരാജ്യ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങേ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ നിമിഷത്തിൽ തന്നെ
എല്ലാ മിസ്രൈമിൻ്റെ ബന്ധനങ്ങളും തകരട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ ബാബിലോണ്യ ബന്ധനങ്ങളും തകരട്ടെ. യെസ് ലോർഡ്. ദൈവരാജ്യ സത്യങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ സ്വാധീനിക്കട്ടെ. വചനാടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ സഹായിക്കണം. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. എൻ്റെ നാക്കിൽ മെർലിൻ എന്നൊരു പേര് വരുന്നു. മെർലിൻ, നീ അനുഭവിക്കുന്ന രോഗബാധ നിന്നെ വിട്ടുപോകട്ടെ. ശരീരത്തിലുള്ള രോഗബാധ വിട്ടുപോകട്ടെ. നിൻ്റെ സ്കിന്നുമായി ബന്ധപ്പെട്ട്, മെർലിൻ്റെ സ്കിന്നുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വല്ലാത്ത രോഗം നിന്നെ ബുദ്ധിമുട്ടിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുത സൗഖ്യം യേശു നിൻ്റെ ശരീരത്തിലേക്ക് അയക്കുന്നു. വിശ്വാസത്തോടുകൂടെ അത് സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. രോഗികൾ സൗഖ്യമാകട്ടെ. മെൽ ഹവസിത്തിൽ മൊഹവറ ജോമാന ഹത്തിയാക്കാൽ നഗ്രുബേ നജൽബർ വെത്തിക്കുസിൽ നേക്കിൽ ബറൂഫാന ജാലത്തിരി ഷറൽ മേനസ്വർത്തോനിൽ യാന്ത്രബിന സൈലോർബനാദിയാർത്ഥന. ഈ നിമിഷത്തിൽ തന്നെ അത്ഭുത രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നു. അത്ഭുത രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നു. മേജറായിട്ടുള്ള സൗഖ്യങ്ങൾ ഇപ്പോൾ സൗഖ്യം സംഭവിക്കട്ടെ. ആ ഹിപ്പുമായി ബന്ധപ്പെട്ട് ഹിപ്പ് റീപ്ലേസ്മെൻറ്റിനാണോ? അത് നടക്കത്തില്ല. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നീ വിശ്വസിച്ച് ആ റീപ്ലേസ്മെൻറ്റിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ ആ ഹിപ്പിൻ്റെ ഭാഗത്ത് പൂർണ്ണ സൗഖ്യം യേശു അയക്കുന്നത് വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. അഷ്കലിയർ കീഷ വ്രില വിസക്കാതന റഷികബ റുഫല സകേര ലഹബതര നസറനി അഫിനജ നെഹിറമിനു ഫോജൽ ഹത്തിറിനി അലഖബ നിസോറലിയാന്തനദിക്കൽക്കര. ഏതോ മറ്റൊരു രാജ്യത്തിരുന്നൊരു മെഡിക്കൽ വിദ്യാർത്ഥി, നീ രോഗിയാണ്, പക്ഷേ നീ മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തുകയാണ്. വേറൊരു രാജ്യത്തിരുന്നാണ് നീ കേൾക്കുന്നത്. റഷ്യ, ആ ഭാഗങ്ങൾ, മൾഡോവ, അവിടെ ഏതോ ഒരു ആ ഭാഗങ്ങളിലുള്ള ഒരു രാജ്യത്തിരുന്ന് നീ കേൾക്കുന്നു. നിന്നെ യേശു ഇപ്പോൾ തൊടുന്നു. നിന്നെ ഇപ്പോൾ യേശു സൗഖ്യമാക്കുകയാണ്. യേശു സൗഖ്യമാക്കുകയാണ്. നീ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്, എന്നാൽ നിനക്ക് ആ ശരീരത്തിൽ വല്ലാത്ത രോഗം നിന്നെ പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ യേശു നിന്നെ സൗഖ്യമാക്കുന്നു. വിശ്വാസത്തോടുകൂടെ സൗഖ്യം സ്വീകരിക്കുക. കർത്താവേ, രോഗികളെ തൊട്ട് ഈ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഈ എപ്പിസോഡ് ദയവായിട്ട് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.